Good morning. Good morning. ഇതാണ് ഒരു റിപ്ലൈ ഇല്ലാത്ത. ഓക്കെ, ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മള് ചാപ്റ്റർ 3 ആയിരുന്നു എടുത്തോണ്ടിരുന്നത് അല്ലെ? കുറച്ച് ദിവസമായി കണ്ടിട്ട് ഇല്ലേ? കുറച്ച് ദിവസമായില്ലേ കണ്ടിട്ട്? ഓക്കെ, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു അല്ലെ? എവിടെ വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തു നിർത്തിയത്? ട്രെയിനിങ് പ്രോസസ് ഒക്കെ കംപ്ലീറ്റ് ആയിരുന്നു. ട്രെയിനിങ് മെത്തേഡ് കംപ്ലീറ്റ് ആയി. ഡിഫറൻസ്, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ഡിഫറൻസ് പൂർത്തിയായില്ലേ അല്ലെ? കംപ്ലീറ്റ് ആയില്ലേ? കോൺസെപ്റ്റ് ഓഫ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് അല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തുകൊണ്ടിരുന്നേ? കോൺസെപ്റ്റ് ഓഫ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് അല്ലേ എടുത്തുകൊണ്ടിരുന്നേ? ഓക്കെ, അതിൽ എവിടെ വരെയാണ് നമ്മൾ എടുത്തു നിർത്തിയത്? ഇമ്പോർട്ടന്റ് അസംഷൻ ആൻഡ് കൺസേൺ ബിഹൈൻഡ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് ആർ ആസ് ഫോളോസ്. അത് തുടങ്ങിയായിരുന്നോ? അത് സ്റ്റാർട്ട് ചെയ്തിരുന്നോ മിസ്? ഇല്ല. അതിന് മുൻപ് വരെ അല്ലെ? ആ 2 പാരഗ്രാഫ്സ് കംപ്ലീറ്റ് ആയില്ലേ? കൊടുത്തിരിക്കുന്ന 2 പാരഗ്രാഫ്സ് കംപ്ലീറ്റ് ആയിരുന്നില്ലേ? ഓക്കെ, ശരി. ഓക്കെ ഓക്കെ, അപ്പോ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് അതിന്റെ കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒരു മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാല് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ മാനേജേഴ്സിന്റെ ആ ഒരു ഡെവലപ്മെന്റ് പ്രോസസ്സുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ പറഞ്ഞിരുന്നത് അല്ലെ? അവരുടെ ആ ഒരു നോളജ്, അവരുടെ സ്കിൽസ്, അവരുടെ ഇൻസൈറ്റ്, അതുപോലെ തന്നെ ആറ്റിറ്റ്യൂഡ് മുതലായവ അവർ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻസിൽ അവർക്ക് ആ ഒരു നല്ല രീതിയിൽ എഫക്റ്റീവായി തന്നെ ജോലികൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ പറയുന്ന എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ആ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷനെ നല്ല രീതിയിൽ കാര്യക്ഷമമായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള നോളജും സ്കില്ലും അവരുടെ ഇൻസൈറ്റ്, അതുപോലെ തന്നെ ആറ്റിറ്റ്യൂഡ് അല്ലെ, മനോഭാവം മുതലായവയൊക്കെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാനും അല്ലെങ്കിൽ നല്ല രീതിയിൽ അത് ഉയർത്തിക്കൊണ്ടുവരാനും അത് എന്തിലൂടെയാണ്? ട്രെയിനിങ് ആൻഡ് ഗ്രോത്ത് അല്ലെ? നമ്മുടെ നല്ല രീതിയിലുള്ള പരിശീലനങ്ങളോ വളർച്ച ബൈ ഇൻഡിവിജ്വൽ ഗെയിൻ ആൻഡ് അപ്ലൈ ദ നോളജ്. അവർക്ക് എന്ത് ചെയ്യുന്നു? ഇതിലൂടെ അവർക്ക് അറിവുകളും കഴിവുകളും ഒക്കെ വർദ്ധിപ്പിക്കാനും അത് ഈ ഒരു ഓർഗനൈസേഷനിൽ അപ്ലൈ ചെയ്യാനും സാധിക്കുന്നതിന് വേണ്ടിയുള്ളൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞത്. ഇനി എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ മാനേജ്മെന്റ് ഡെവലപ്മെന്റ്, എക്സിക്യൂട്ടീവ് ഡെവലപ്മെന്റ് എന്ന് പറയാം, അല്ലെങ്കിൽ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്നും ഇതിനെ വിളിക്കാവുന്നതാണ്. അൺഇന്ററപ്റ്റഡ് പ്രോസസ് അല്ലെ? ഇവിടെ എന്താണ്, ഒരു തടസ്സമോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ അവിടെ ലേണിംഗ് ആൻഡ് ഗ്രോത്ത് നല്ല രീതിയിൽ അവർക്ക് നടത്താൻ സാധിക്കുന്നുണ്ട്. അതിലൂടെ ആ ഓരോ എക്സിക്യൂട്ടീവുകളുടെ ഒരു ബിഹേവിയറൽ ചേഞ്ച് നമുക്ക് കൊണ്ടുവരാൻ പറ്റും അല്ലെ? അവരുടെ ബിഹേവിയറൽ ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും. അവരുടെ അറിവ് അല്ലെങ്കിൽ നോളജിനെ നമുക്ക് ചേഞ്ചസ് കൊണ്ടുവരാം. പുതിയ പുതിയ അറിവുകൾ അവർക്ക് കൊടുക്കാൻ പറ്റും അല്ലെ? അവരുടെ ബിഹേവിയേഴ്സിൽ അത്തരത്തിലുള്ള ഇൻഡിവിജ്വൽസ് ഈ ഒരു ഡെവലപ്മെന്റ് പ്രോഗ്രാമില് പങ്കാളികളാവുന്ന അല്ലെങ്കിൽ അണ്ടർഗോയിങ് ചെയ്യുന്ന ഇൻഡിവിജ്വൽസിന് അവരുടെ നോളജിലും ബിഹേവിയറിലും ഒക്കെ നല്ല നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാനും ഈ ഒരു മാനേജ്മെന്റ് ഡെവലപ്മെന്റ് പ്രോഗ്രാമിലൂടെ സാധിക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ അടുത്ത പാരഗ്രാഫിൽ എന്താ പറഞ്ഞത്? The individual will be able to perform better in present assignments അല്ലെ? ഇപ്പൊ നമ്മൾ ഇത്തരത്തിലൊരു ഡെവലപ്മെന്റ് പ്രോഗ്രാമുകൾ അവർക്ക് നൽകുമ്പോൾ അതിലൂടെ ആ ഇൻഡിവിജ്വൽസിന് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? നല്ല രീതിയിൽ അവർക്ക് കിട്ടുന്ന പ്രസന്റ് ആയിട്ടുള്ള അസൈൻമെന്റുകൾ എന്തൊക്കെയാണോ അത് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനും അവരുടെ ആ ഒരു ഫ്യൂച്ചറിലേക്കുള്ള ഭാവിയിലേക്ക് വരുന്ന എന്തൊരു ടാസ്ക് ആണെങ്കിലും അതും നല്ല രീതിയിൽ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും എന്താണ് നേടിയെടുക്കാനും അതുപോലെ തന്നെ പുതിയ പുതിയ അറിവുകൾ വളർത്തിയെടുക്കാനും അവരുടെ കഴിവുകളും ഉൾക്കാഴ്ചകളും ഒക്കെ വളർത്തിയെടുക്കാനും ഇതിലൂടെ സാധിക്കുന്നുണ്ട്. Then the learning process involves the implication that there will be changed behavior on the part of the individual given the sufficient training and education. നമ്മൾ അവർക്ക് മതിയായിട്ടുള്ള ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിലൂടെ നമുക്ക് ആ ഇൻഡിവിജ്വൽസിന്റെ ബിഹേവിയർ എന്താണ് ആ ഒരു ഭാഗം അവരുടെ ആ ഒരു
ഓരോ പെരുമാറ്റമായിക്കോട്ടെ, അവരുടെ സംസ്കാരമായിക്കോട്ടെ, അതിലെല്ലാത്തിലും നമുക്ക് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ഇവിടെ മാനേജേഴ്സിന് എപ്പോഴും അവരുടെ ഇത്തരത്തിലുള്ള ഒരു ഫോർമൽ കോഴ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഡെവലപ്മെന്റ് പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ മാത്രമല്ല അവർക്കൊരു ഗ്രോത്ത് ഉണ്ടാവുക എന്ന് പറയുന്നത്, അല്ലെ? അത് മാത്രമല്ല, ഇത് വേണം എങ്കിൽ പോലും ഡ്രോൺ ബൈ ദ ഓർഗനൈസേഷൻ നൽകുന്ന ഇത്തരത്തിലുള്ള ഫോർമൽ കോഴ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻ മാത്രം പങ്കാളികളായതുകൊണ്ട് മാത്രം അവർക്ക് ഡെവലപ്മെന്റ് നടത്തണമെന്നില്ല, അല്ലെ? പക്ഷേ രണ്ടാമത് ആക്ച്വലി ത്രൂ ആക്ച്വൽ ജോബ് എക്സ്പീരിയൻസ് ഇൻ ദ ഓർഗനൈസേഷൻ, അല്ലെ? ആ ഓർഗനൈസേഷനിൽ അവരുടെ ആക്ച്വൽ ആയിട്ടുള്ള അവരുടെ യഥാർത്ഥത്തിലുള്ള ജോലിയുമായി ബന്ധപ്പെട്ട എക്സ്പീരിയൻസുകളിൽ കൂടിയാണ് അവർക്ക് ഈ രണ്ട് കാര്യങ്ങൾ ഓർമ്മ വേണം. അപ്പൊ അതിലൂടെയാണ് ഒരു മാനേജേഴ്സിന് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഡെവലപ്മെന്റ് ഉണ്ടാകുന്നത്. ഇറ്റ് ഷുഡ് ബി റെക്കഗ്നൈസ് ദാറ്റ് അവിടെ എന്താണ് പറയുന്നത്, ഓർഗനൈസേഷൻ ഇത്തരത്തിലുള്ള ഡെവലപ്മെന്റ് പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ അതിൽ പങ്കാളികളാവുന്നതിന് വേണ്ടിയുള്ള ഓപ്പർച്യൂണിറ്റീസ് ആർക്ക് നൽകേണ്ടത്, ഇത്തരത്തിലുള്ള മാനേജേഴ്സിനും ഭാവിയിൽ മാനേജേഴ്സ് ആവാനായിട്ടുള്ള കപ്പാസിറ്റി ഉള്ള പൊട്ടൻഷ്യൽ മാനേജേഴ്സിനും ഒക്കെ നൽകുകയും അതിലൂടെ അത് നൽകിയാൽ മാത്രം പോരാ, ബട്ട് ഈക്വൽ പെർഹേപ്സ് മോർ ഇമ്പോർട്ടന്റ് കൗണ്ടർ പാർട്ട് ടു ദ എഫേർട്ട് ഓഫ് ദ ഓർഗനൈസേഷൻ ആർ ദോസ് ഓഫ് ദ ഇൻഡിവിജ്വൽ. ഓർഗനൈസേഷൻ അതിനുവേണ്ടി എഫേർട്ട് എടുക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ തുല്യ പങ്കാളിത്തം ആരും കൂടി എടുക്കണം, അല്ലെങ്കിൽ തുല്യ എഫേർട്ട് ആരെടുക്കണം, ഇൻഡിവിജ്വൽസും കൂടി എടുക്കണം, അല്ലെ? എങ്കിൽ മാത്രമേ ഇത് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് പ്രോഗ്രാം ആയിട്ട് മാറുകയുള്ളൂ. അതുപോലെ തന്നെ ഒരു സെൽഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള തത്വമാണ് ഹോൾ പ്രോഗ്രാം ഓഫ് ദ മാനേജ്മെന്റ് ഡെവലപ്മെന്റ്. ആ ഒരു മാനേജ്മെന്റ് ഡെവലപ്മെന്റിനെ വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ കൂടിയാണ് സെൽഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. നമ്മൾ സ്വയം നമ്മുടെ ഒരു ഡെവലപ്മെന്റ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിന്താഗതിയോടുകൂടി ഓരോ ഡെവലപ്മെന്റ് പ്രോഗ്രാമുകളിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോഴാണ് ഓർഗനൈസേഷൻ അതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ട് എടുക്കുന്നുണ്ട്, നല്ല നല്ല ഡെവലപ്മെന്റ് പ്രോഗ്രാമുകൾ ഇവർക്ക് വേണ്ടിയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇവർക്ക് നൽകുന്നുണ്ട്. അതോടൊപ്പം ആ ഇൻഡിവിജ്വലിന്റെ സെൽഫ് ഡെവലപ്മെന്റും അതോടൊപ്പം അവരുടെ ആ ഒരു സെൽഫ് ഡെവലപ്മെന്റ് വേണം എന്ന രീതിയിലുള്ള ആ ഒരു മനോധൈര്യം അല്ലെങ്കിൽ ആ ഒരു ആറ്റിറ്റ്യൂഡും അതോടൊപ്പം തന്നെ അവരുടെ നല്ല രീതിയിലുള്ള പങ്കാളിത്തത്തോടും കൂടി മാത്രമേ ഒരു നല്ല മാനേജ്മെന്റ് ഡെവലപ്മെന്റ് പ്രോഗ്രാം സക്സസ് ആയിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇത്രയും ക്ലിയർ ആണല്ലോ? ഇത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണ്, ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മിസ് പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ അല്ലേ? ഇവിടെ വരെ ക്ലിയർ അല്ലേ? Okay, sure. Then next one, the important assumption and concern behind management development are as follows. So management development മായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട assumptions and concerns, പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട അനുമാനങ്ങളും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ആശങ്കകളും ഒക്കെയാണ് നമ്മൾ ഇവിടെ പറയുന്ന കാര്യങ്ങൾ. അപ്പൊ അതിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ some personal variables such as age, habit, level of motivation, state of mind, etc. hinder the growth of an individual. ഇപ്പൊ ഒരു മാനേജ്മെന്റ് പ്രോസസ് അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ഒരു കാര്യം എടുത്താല് ചിലപ്പോ നമുക്ക് ഒരുപാട് പേര് നമ്മൾ അവിടെ ഇത്തരത്തിലുള്ള ഒരു ഡെവലപ്മെന്റ് പ്രോഗ്രാമിലേക്ക് മാനേജേഴ്സിനെ ഉൾപ്പെടുത്തിയാൽ പോലും ചില സന്ദർഭങ്ങളിൽ അവരുടെ ഇൻഡിവിജ്വൽസിന്റെ ആ ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ വളർച്ചയെ ചില കാര്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, തടസ്സപ്പെടുത്താറുണ്ട്, അല്ലെ? അപ്പൊ അത് ചിലപ്പോ അവരുടെ ഏജ് ആയിരിക്കാം, ശരിയല്ലേ? ചില ആളുകൾക്ക് പ്രായമാവുന്നതിനനുസരിച്ച് ചിലപ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനും അത് അപ്ലൈ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും, ശരിയല്ലേ? ഏജ് ഒരു മാനദണ്ഡമാണ്, അല്ലെ? പ്രായം ആണോ? അവരുടെ ചില വേരിയബിൾസ്, അപ്പൊ ഇത്തരത്തിലുള്ള ചില വേരിയബിൾസ് ചില വ്യക്തികളുടെ ആ ഒരു വളർച്ചയെ എന്ത് ചെയ്യാറുണ്ട്, തടസ്സപ്പെടുത്താറുണ്ട്. ഉണ്ടോ? ഏജ് ഒരു മാനദണ്ഡമാണോ അതില്? ആണോ? നമ്മുടെ പ്രായമായവരൊക്കെ പറയാറില്ലേ, ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും അത് ഞങ്ങൾക്ക് മനസ്സിലാവില്ല, അല്ലേ? പറയാറില്ലേ, ഞങ്ങളുടെ ആ കാലമൊക്കെ കഴിഞ്ഞു പോയി എന്നൊക്കെ പറയും, അല്ലെ? അതുപോലെ ചിലപ്പോ ചില ആളുകൾക്ക് ഒരു ഏജിലാവുന്നതിനനുസരിച്ച് ചിലപ്പോൾ എല്ലാം ഗ്രാസ്പ് ചെയ്യാനോ കാര്യങ്ങളുള്ള കപ്പാസിറ്റി ഉണ്ടാവണമെന്നില്ല. അപ്പൊ അതിനനുസരിച്ച് അവരുടെ ഗ്രോത്തിൽ അല്ലെങ്കിൽ വളർച്ചയിൽ ചിലപ്പോൾ തടസ്സം സംഭവിച്ചേക്കാം. അതുപോലെ അവരുടെ ഹാബിറ്റ്,
അവരുടെ ശീലവുമായി ബന്ധപ്പെട്ട്. അപ്പൊ അവർ തുടർന്ന് വന്നിരുന്ന ആ ഒരു ശീലത്തിൽ നിന്നും മാറി മറ്റെന്തെങ്കിലും പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അതും അവരുടെ വളർച്ചയെ എന്ത് ചെയ്യാം, തടസ്സപ്പെടുത്തിയേക്കാം. ലെവൽ ഓഫ് മോട്ടിവേഷൻ, നല്ല രീതിയിൽ ഒരു മോട്ടിവേഷൻ കിട്ടാത്തത് മൂലവും അവരുടെ ഗ്രോത്തിനെ തടസ്സപ്പെടുത്തിയേക്കാം അല്ലെങ്കിൽ തടസ്സപ്പെടുത്തിയേക്കാം. സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, അവരുടെ ആ ഒരു മാനസികാവസ്ഥ എങ്ങനെയാണ്. അപ്പൊ നല്ല സെൽഫ് മോട്ടിവേറ്റഡ് ആണ് എങ്കിൽ അവർ നല്ല രീതിയിൽ തന്നെ ആ ഒരു പ്രോഗ്രാമിൽ ഉൾപ്പെടുകയും ഗ്രോത്ത് നല്ല രീതിയിൽ അവർക്ക് ആ ഒരു വളർച്ച ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പൊ ഇത്തരത്തിലുള്ള ചില പേഴ്സണൽ വേരിയബിൾസ്, ഏജ്, ഹാബിറ്റ്, ലെവൽ ഓഫ് മോട്ടിവേഷൻ, സ്റ്റേറ്റ് ഓഫ് മൈൻഡ് മുതലായിട്ടുള്ള പേഴ്സണൽ വേരിയബിൾസ് ചില വ്യക്തികളുടെയെങ്കിലും വളർച്ചയെ തടസ്സപ്പെടുത്തിയേക്കാം. അതാണ് ഒന്നാമത്തെ പോയിന്റിൽ പറയുന്നത്. രണ്ടാമത്തെ പോയിന്റില് ഡ്രോബാക്സ് മസ്റ്റ് ബി റെക്കഗ്നൈസ്ഡ്. എന്താണ്? ഇത്തരത്തിലൊരു മാനേജ്മെന്റ് ഡെവലപ്മെന്റ് പ്രോഗ്രാം നടത്തുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഡ്രോബാക്കുകൾ എന്തൊക്കെയാണ്, അല്ലെ, പോരായ്മകൾ എന്തൊക്കെയാണ്, അത് തിരിച്ചറിയണം, അല്ലെ. Feedback and counseling to junior colleagues, mentioning the shortcomings and applying suitable HRD instruments to overcome the drawbacks are essentially required. അതുപോലെ തന്നെ നമ്മൾ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ അവരുടെ പെർഫോമൻസുമായി ബന്ധപ്പെട്ടോ മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ഡ്രോബാക്സ് അല്ലെങ്കിൽ പോരായ്മകൾ എന്താണെന്ന് തിരിച്ചറിയുക അല്ലെങ്കിൽ അത് അംഗീകരിക്കുക. ആൻഡ് ഫീഡ്ബാക്ക് ആൻഡ് കൗൺസിലിംഗ് ടു ജൂനിയർ കൊളീഗ്സ്, ജൂനിയർ ആയിട്ടുള്ള കൊളീഗ്സ് അല്ലെങ്കിൽ ജൂനിയർ ആയിട്ടുള്ള സഹപ്രവർത്തകർക്ക് കൃത്യമായ ഫീഡ്ബാക്കുകളും കൗൺസിലിങ്ങുകളും നൽകുക. മെൻഷനിങ് ദ ഷോർട്ട് കമ്മിങ്സ് ആൻഡ് അപ്ലൈ, എന്താണ് അവരുടെ പോരായ്മകൾ എന്തൊക്കെയാണെന്ന് പ്രത്യേകം പരാമർശിച്ചുകൊണ്ട് അവിടെ ജൂനിയർ ആയിട്ടുള്ള കൊളീഗ്സിന് കൃത്യമായ ഫീഡ്ബാക്കുകളും കൗൺസിലിങ്ങുകളും നൽകുക. ആൻഡ് അപ്ലൈയിങ് സ്യൂട്ടബിൾ HRD ഇൻസ്ട്രുമെന്റ്സ് ടു ഓവർകം ദ ഡ്രോബാക്സ് ആർ എസെൻഷ്യലി റിക്വയർഡ്. അതുപോലെ തന്നെ ഇത്തരം പോരായ്മകളെ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള അനുയോജ്യമായിട്ടുള്ള HRD ഇൻസ്ട്രുമെന്റ്സ്, അതായത് ഹ്യൂമൻ റിസോഴ്സുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ആവശ്യമാണെങ്കിൽ സ്റ്റാഫുകളെ കൂടുതൽ എന്താണ് ഉൾപ്പെടുത്തുക, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള വല്ല മെത്തേഡുകളും രീതികളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇത്തരം ഡ്രോബാക്സ് അല്ലെങ്കിൽ പോരായ്മകളെ ഓവർകം ചെയ്യുന്നതിന് അല്ലെങ്കിൽ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാനും ശ്രമിക്കുക. മൂന്നാമത്തെ പോയിന്റ്, ഇൻ അഡീഷൻ ടു ദ മെത്തഡോളജി ഓഫ് അച്ചീവ്മെന്റ് there must be specific objectives and goals required to be achieved. എന്താണ്? ഇപ്പൊ മെത്തഡോളജി ഓഫ് അച്ചീവ്മെന്റ്, ഇപ്പൊ ഇവിടെ ഇത്തരത്തിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഓരോ ഗോൾസ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ, നേട്ടങ്ങൾ അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ നേടുന്നതിന് പുറമെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആ ഒരു നേട്ടങ്ങളുടെ ആ ഒരു രീതിക്ക് പുറമെ there must be specific, പ്രത്യേകമായിട്ടുള്ള മറ്റ് ഒബ്ജക്റ്റീവ്സും ഗോൾസും ഒക്കെ അച്ചീവ് ചെയ്യാനായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പൊ ഓരോ ഗോൾസും നമ്മൾ അല്ലെങ്കിൽ ഓരോ ഒബ്ജക്റ്റീവ്സും അച്ചീവ് ചെയ്യുന്നതിനനുസരിച്ച് അടുത്ത സ്പെസിഫിക് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സും ഗോൾസ് റിക്വയർഡ് ടു ബി അച്ചീവ്, നമ്മൾ അച്ചീവ് ചെയ്യേണ്ടതായിട്ടുള്ളവ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം. അപ്പൊ 3 പോയിന്റ്സ് ആണ് പറഞ്ഞത്. ഇതിന് ശേഷം ഇനി പോയിന്റ്സ് കണ്ടിട്ട് നമുക്ക് കഴിഞ്ഞ് നടത്തിയിരിക്കാം. അപ്പൊ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാല് ചില വേരിയബിൾസ്, പേഴ്സണൽ വേരിയബിൾസ്, അതായത് ഏജ്, ഹാബിറ്റ്, അവരുടെ ലെവൽ ഓഫ് മോട്ടിവേഷൻ, സ്റ്റേറ്റ് ഓഫ് മൈൻഡ് മുതലായവയൊക്കെ ചില വ്യക്തികളുടെയെങ്കിലും ആ ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ വളർച്ചയെ തടസ്സപ്പെടുത്തിയേക്കാം. രണ്ടാമത്തെ പറയുന്നത്, ഈ പറയുന്ന ഒരു ഓർഗനൈസേഷൻ മുന്നോട്ട് പോകുമ്പോൾ അവരുടെ പോരായ്മകൾ എന്താണെന്ന് തിരിച്ചറിയുക, അത് അംഗീകരിക്കുകയും അവരുടെ ജൂനിയർ കൊളീഗ്സിന് എന്ത് ചെയ്യുക, കൃത്യമായ ഫീഡ്ബാക്കുകളും കൗൺസിലിങ്ങുകളും നൽകുകയും ഈ തരത്തിലുള്ള പോരായ്മകൾ എന്താണെന്ന് വ്യക്തിഗതമായിട്ട് പരാമർശിച്ച് അതിനനുസരിച്ചുള്ള ഫീഡ്ബാക്കുകളും കൗൺസിലിങ്ങുകളും നൽകുകയും അതിനനുസരിച്ച് അവർ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അതോടൊപ്പം apply suitable HRD instruments to overcome the drawbacks are essentially required. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പോരായ്മകളെ പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിനുവേണ്ടി ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റുമായി കൂടിച്ചേർന്ന് ആവശ്യമായ എല്ലാ വിഭവങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അനുയോജ്യമായ രീതിയിൽ തന്നെ ഇത്തരം പോരായ്മകളെ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുക. മൂന്നാമത്തെ പോയിന്റ് പറഞ്ഞത്, ഇൻ അഡീഷൻ ടു ദ മെത്തഡോളജി ഓഫ് അച്ചീവ്മെന്റ്, ഓരോരോ നേട്ടങ്ങൾ ഉണ്ടാകുന്ന രീതിക്ക് പുറമെ പുതിയ ഒബ്ജക്റ്റീവ്സും ഗോളുകളും നേടിയെടുക്കാൻ വേണ്ടി എന്താണ് സ്പെസിഫിക് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഗോൾസ് നേടിയെടുക്കാനുള്ളത് വ്യക്തിഗതമായിട്ട് എന്ത് ചെയ്യുക, സെറ്റ് ചെയ്ത് വെക്കുകയും ചെയ്യുക. ക്ലിയർ ആണോ? 3 പോയിന്റ്സ് ഓക്കെ അല്ലേ? ഓക്കെ ആണോ?
ഒന്ന് റിപ്ലൈ ചെയ്യും, എന്നാലല്ലേ മിസ്സിന് മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോന്ന്. ഓക്കെ, ശരി. Then അടുത്തത് fourth point ആണ്, there always exists a gap between required performance level and the capacity of an individual. Management must fill the gap to provide an opportunity for improvement. അപ്പൊ ഇവിടെ there always exists a gap between, എന്താണ് നമുക്കറിയാം, ഇപ്പൊ ഏതൊരു ഒരു ഇൻഡിവിജ്വൽ ആണെങ്കിലോ അവിടെ ഒരു ഗ്യാപ്പ്, അതായത് ഒരു പെർഫോമൻസ്, റിക്വയർഡ് പെർഫോമൻസ് ലെവല്, നമുക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ ആവശ്യമായിട്ടുള്ള ഒരു റിക്വയർഡ് പെർഫോമൻസ് ലെവൽ ഉണ്ട് അല്ലെ, അവരെ ആവശ്യപ്പെടുന്ന ഒരു പെർഫോമൻസ് ലെവൽ ഉണ്ട്. ആൻഡ് ദ കപ്പാസിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ, ഒരു ഇൻഡിവിജ്വലിന് ഒരു കപ്പാസിറ്റി ഉണ്ട്, ശരിയല്ലേ? നമുക്ക് ഓരോരുത്തർക്കും ഒരു കപ്പാസിറ്റി ഉണ്ട്, ഏതൊരു ജോലി ചെയ്യുന്നതിനും ഒരു കപ്പാസിറ്റി ഉണ്ട്, ഉണ്ടോ? നമുക്കൊരു കപ്പാസിറ്റി ഉണ്ട് അല്ലെ, നമുക്കൊരു കപ്പാസിറ്റി ലെവൽ ഉണ്ട്. അത് ആയിരിക്കില്ല ചിലപ്പോ ആ ഓർഗനൈസേഷൻ ആവശ്യപ്പെടുന്ന പെർഫോമൻസ് ലെവൽ എന്ന് പറയുന്നത്, ശരിയല്ലേ? ആ ഓർഗനൈസേഷൻ, ഇപ്പൊ ചില ആളുകൾക്ക് ഓർഗനൈസേഷൻ പറയുന്ന ഒരു പെർഫോമൻസ് ലെവലിലേക്ക് ചിലപ്പോൾ എത്താൻ സാധിക്കണം എന്നില്ല അല്ലെ. നമ്മൾ നമ്മുടെ കഴിവുകൾ വെച്ച് മാക്സിമം എഫേർട്ട് എടുത്ത് ചെയ്യുന്നുണ്ടായിരിക്കാം, പക്ഷെ പല കാരണങ്ങളാലും അവരാവശ്യപ്പെടുന്ന ഒരു പെർഫോമൻസ് ലെവലിലേക്ക് ചിലപ്പോ നമുക്ക് എത്താൻ സാധിക്കില്ല അല്ലെ. അപ്പൊ അവിടെ ഒരു ഗ്യാപ്പ് വരുന്നില്ലേ? വരുന്നുണ്ടോ? ഇത് രണ്ടും ഒരുപോലെ ആവുന്നില്ല അല്ലെ. ഇവരുടെ കഴിവും ആ ആവശ്യമുള്ള പെർഫോമൻസ് ലെവലും തമ്മില് ഒരു ഗ്യാപ്പ് വരുന്നില്ലേ? വരുന്നുണ്ടോ? രണ്ടും ഒരുപോലെ ആവാനാവുമ്പോ ഒരു വിടവ് വരുന്നില്ലേ, അല്ലെങ്കിൽ ഒരു ഡിഫറൻസ് വരുന്നില്ലേ? ഉണ്ട്. അതാണ് ഇവിടെ ഗ്യാപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ഇത് നികത്തണമെങ്കിൽ അല്ലെങ്കിൽ ഗ്യാപ്പ് ഫില്ല് ചെയ്യണമെങ്കിൽ എന്ത് വേണം? എന്ത് ചെയ്താൽ നമുക്ക് ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പറ്റും? എന്ത് ചെയ്താൽ ഫില്ല് ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ച് നോക്കി. എന്ത് ചെയ്താൽ നമുക്ക് ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പറ്റും? നല്ല രീതിയിലുള്ള പെർഫോമൻസ് ഇവര് കാഴ്ചവെക്കുമ്പോഴാണ് ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പറ്റുക അല്ലെ. ആ ഓർഗനൈസേഷൻ ആവശ്യപ്പെടുന്ന രീതിയിലുള്ള പെർഫോമൻസ് ലെവലിലേക്ക് ഇവരെത്തണം, അപ്പോഴല്ലേ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പറ്റുന്നത് അല്ലേ? ആണോ? മനസ്സിലാവുന്നില്ലേ മിസ് പറയുന്നേ? അപ്പൊ അങ്ങനെ ആ ഒരു പെർഫോമൻസ് ലെവലിലേക്ക് അവരെത്തണമെങ്കിൽ എന്ത് കൊടുക്കണം അവർക്ക്? എന്താ കൊടുക്കണ്ടേ? ഇംപ്രൂവ്മെന്റിനുള്ള ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാം അല്ലെ. അവർക്ക് മെച്ചപ്പെടുത്താനുള്ള ട്രെയിനിങ്ങുകള്, ഡെവലപ്മെന്റ് പ്രോഗ്രാമുകളിലൊക്കെ അവരെ പങ്കാളികളാക്കിക്കൊണ്ട് ആ ഒരു പർട്ടിക്കുലർ മേഖലയിൽ അവരെ ഇംപ്രൂവ്മെന്റ്സ് നടത്താനുള്ള അവസരങ്ങൾ കൊടുക്കുക അല്ലെ. അപ്പൊ അത്തരത്തില് അവസരങ്ങൾ കൊടുക്കുമ്പോൾ പുതിയ പുതിയ കാര്യങ്ങളും മനസ്സിലാക്കാനും പുതിയ പുതിയ കഴിവുകൾ വർദ്ധിപ്പിക്കാനും അതിനനുസരിച്ച് ആ ഓർഗനൈസേഷൻ ആവശ്യപ്പെടുന്ന രീതിയിലുള്ള പെർഫോമൻസ് ലെവലിലേക്ക് അവർക്ക് ഉയർന്നു വരാനായിട്ട് സാധിക്കും, ശരിയല്ലേ? അപ്പൊ ആ ഒരു ഗ്യാപ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫില്ല് ചെയ്യാൻ പറ്റില്ലേ? പറ്റുമോ? പറ്റൂലേ? അത് തന്നെയാണ് ഫോർത്ത് പോയിന്റിൽ പറയുന്നത് കേട്ടോ. There always exists a gap between required performance level, ആവശ്യമായിട്ടുള്ള ആ ഒരു പെർഫോമൻസ് ലെവൽ ഉണ്ട്, ഒരു ഓർഗനൈസേഷൻ ആവശ്യപ്പെടുന്ന ഒരു പെർഫോമൻസ് ലെവൽ ഉണ്ട്, ആൻഡ് ദ കപ്പാസിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ, ഒരു ഇൻഡിവിജ്വലിന്റെ കഴിവുണ്ട്. ഇവ തമ്മിൽ ഒരു ഗ്യാപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ്? എപ്പോഴും ആദ്യത്തെ കുറച്ച് ഇപ്പൊ ഒരു പുതിയതായിട്ട് ഒരു എംപ്ലോയി ജോലിയിൽ പ്രവേശിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഗ്യാപ്പ് ഉണ്ടായിരിക്കും അല്ലെ. നമ്മൾ പഠിച്ച് വരുമ്പോഴാണല്ലോ നമ്മൾ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. അല്ലാതെ ചെല്ലുമ്പോൾ തന്നെ നമ്മൾ എപ്പോഴും പെർഫെക്റ്റ് ആവണമെന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു ഗ്യാപ്പ് നമുക്ക് അവിടെ ഉണ്ടെങ്കിൽ അതിനെ ഫില്ല് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? മാനേജ്മെന്റ് മസ്റ്റ് ഫിൽ ദ ഗ്യാപ്പ് ടു പ്രൊവൈഡ് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ ഇംപ്രൂവ്മെന്റ്. അവർക്ക് ഇംപ്രൂവ്മെന്റിനുള്ള അവസരങ്ങൾ നൽകുകയും അതിലൂടെ മാനേജ്മെന്റ് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുകയും ചെയ്യുക. ക്ലിയർ ആണോ? ഫോർത്ത് പോയിന്റ് മനസ്സിലായോ? ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? Then fifth point, in a work situation, growth involves stresses and strains. ശരിയല്ലേ? നമ്മളൊരു ജോലി ചെയ്യുന്ന സിറ്റുവേഷൻ, ഒരു വർക്ക് സിറ്റുവേഷൻ, ഒരു വർക്ക് അന്തരീക്ഷം എന്ന് പറയുന്നത്, അവിടെ വളർച്ച എന്ന് പറയുന്നത് എന്തിലൂടെയാണ്? സ്ട്രെസ്സസ് ആൻഡ് സ്ട്രെയിൻസ് ആണ്, ശരിയല്ലേ? പല സമ്മർദ്ദങ്ങളും നമുക്ക് ആ ഒരു വർക്ക് സിറ്റുവേഷനിൽ ഉണ്ടാവും, ശരിയല്ലേ? എപ്പോഴും വളരെ എളുപ്പത്തിൽ പോകാൻ പറ്റുമോ? നമുക്ക് ഈസി ആയിരിക്കോ? അല്ല. പല സന്ദർഭങ്ങളിലും നമ്മൾ ചെയ്യുന്ന ജോലിയുമായി ബന്ധപ്പെട്ട് പല സ്ട്രെസ്സും സ്ട്രെയിനും നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. വരൂലേ? വരുമോ?
എപ്പോഴും വളരെ ഈസി ആയിട്ട് എല്ലാ ജോലിയും നമുക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. പല സിറ്റുവേഷനിലും നമുക്ക് ഇത്തരത്തിലുള്ള ടെൻഷനുകളും സമ്മർദ്ദങ്ങളും ഒക്കെ ഉണ്ടാവും അല്ലെ. അതിലൂടെയൊക്കെ തന്നെയാണ് നമ്മൾ വളർച്ച എന്ന് പറയുന്നത്. ശരിയല്ലേ? അല്ലാതെ എപ്പോഴും നല്ല പീസ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ മാത്രമാണോ ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവുന്നത്? ആണോ? ഒരു വളർച്ച അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് ഒരു വ്യക്തിക്ക് ഉണ്ടാവുന്നത് എപ്പോഴും നല്ല പീസ് ആയിട്ടുള്ള കാം ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്നായിരിക്കുമോ? ആവണമെന്നില്ല അല്ലെ. നമ്മുടെ ആ ഒരു വർക്ക് സിറ്റുവേഷൻ എങ്ങനെയാണോ അതിനനുസരിച്ചാണ് നമ്മൾ ഓരോ കാര്യങ്ങളും പഠിക്കുന്നത്. ശരിയല്ലേ? ഇപ്പൊ ഒരു പ്രാവശ്യം നമുക്ക് ഒരു സിറ്റുവേഷൻ വന്നു, അവിടെ ഒരു സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻസ് വന്നു, കുറച്ച് നമുക്ക് അത് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നി. അത് നമ്മൾ അവിടെ പഠിച്ചു പോരുവാണ് ഓരോ കാര്യങ്ങള് അല്ലെ. അടുത്ത പ്രാവശ്യം ഇതേ സിറ്റുവേഷൻ വരുമ്പോ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ അത് കൈകാര്യം ചെയ്യാൻ പറ്റില്ലേ? എന്തുകൊണ്ടാണ്? നമ്മൾ ആ ഒരു കാര്യത്തിൽ നിന്ന് പല കാര്യങ്ങളും പഠിച്ചു അല്ലെ. നമ്മുടെ ആ ഒരു ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടല്ലേ നമുക്ക് ഇതേ സിറ്റുവേഷൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്നത് അല്ലെ. അപ്പോ ഇൻ എ വർക്ക് സിറ്റുവേഷൻ ഗ്രോത്ത് ഇൻവോൾവ് സ്ട്രെസ്സസ് ആൻഡ് സ്ട്രെയിൻസ് അല്ലെ. വളർച്ച എന്ന് പറയുന്നത് എന്തിലൂടെയൊക്കെ തന്നെയാണ്? വളർച്ചയിൽ സമ്മർദ്ദങ്ങളും കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുന്നുണ്ട്. And development can seldom take place in completely peaceful atmosphere. Development എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഡെവലപ്മെന്റ് പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ can seldom അപൂർവമായിട്ടായിരിക്കാം എന്ത് ചെയ്യുന്നത് ഒരു കംപ്ലീറ്റ്ലി പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ള ഒരു സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിൽ നിന്നും ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ അപൂർവമായിരിക്കും. അല്ലാത്ത എല്ലാ സിറ്റുവേഷനുകളിലും നമുക്ക് കുറെ സ്ട്രെസ്സും സ്ട്രെയിൻസും ഒക്കെ ഉണ്ടാവുന്ന അതിനൊക്കെ ഉൾപ്പെട്ടുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഡെവലപ്മെന്റും ഗ്രോത്തും ഒക്കെ നടക്കുന്നത്. ക്ലിയർ ആയോ? ഫിഫ്ത് പോയിന്റ് ക്ലിയർ ആണോ? Okay. Then sixth point, an executive requires development throughout his work life and his professional career. Thus, management development is a never-ending activity. For an executive, അവരുടെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ത്രൂ ഔട്ട് ഹിസ് വർക്ക് ലൈഫ് ആണ് അല്ലെ. അവരുടെ ആ ഒരു വർക്ക് ലൈഫ് ഉടനീളം അവർക്ക് ഈ ഒരു ഡെവലപ്മെന്റ് ആവശ്യമായിട്ടുണ്ട് അല്ലേ. ആൻഡ് ഹിസ് പ്രൊഫഷണൽ കരിയർ, അവരുടെ ആ ഒരു വർക്ക് ലൈഫ് അല്ലെങ്കിൽ ആ ഒരു പ്രൊഫഷണൽ കരിയറിൽ ഉടനീളം അവർക്ക് ആ ഒരു ഡെവലപ്മെന്റ് ആവശ്യമല്ലേ. നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ നിന്നും റിട്ടയർമെന്റ് അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്നും പിരിഞ്ഞു പോകുന്നവരെ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പ്രൊഫഷണൽ കരിയർ നമ്മൾ അവസാനിപ്പിക്കുന്നത് വരെ ഈ ഒരു ഡെവലപ്മെന്റ് ആവശ്യമാണോ? പുതിയതായിട്ട് വരുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ പഠിക്കാതെ നമുക്ക് ആ ഒരു ജോലിയിൽ തുടർന്ന് പോകാൻ പറ്റുമോ? അല്ലെങ്കിൽ ആ ഒരു കരിയറിൽ തുടർന്ന് പോകാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല അല്ലെ. അപ്പൊ ആ ഒരു പ്രൊഫഷണൽ കരിയർ അവർ എത്ര നാൾ കൊണ്ട് നടക്കുന്നോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു വർക്ക് ലൈഫിൽ ഉടനീളം ഈ ഒരു ഡെവലപ്മെന്റ് അവർക്ക് ആവശ്യമായിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഇസ് എ നെവർ എൻഡിങ് ആക്ടിവിറ്റിയാണ്. ഒരിക്കലും അവിടെ ഒരു എന്താണ് എൻഡ് ഉണ്ടോ? നമ്മൾ ആ ഒരു പ്രൊഫഷണൽ കരിയർ അല്ലെങ്കിൽ ആ ഒരു വർക്ക് ലൈഫ് എത്ര നാള് മുന്നോട്ട് കൊണ്ടുപോകുന്നു അത്രയും നാളും നമ്മുടെ ഈ ഒരു ഡെവലപ്മെന്റ് പ്രോസസ്സും കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ടോ? അവിടെ ഒരു സ്റ്റോപ്പ് ഉണ്ടോ? ഇതിന് ഒരു എൻഡ് ഉണ്ടോ? ഇല്ല അല്ലെ. നമ്മൾ ആ പ്രൊഫഷൻ എന്ന് അവസാനിപ്പിക്കുന്നു അപ്പോഴാണ് അവിടെ ഒരു എൻഡ് വരുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ ഈ ഒരു മാനേജ്മെന്റ് ഡെവലപ്മെന്റ് പ്രോസസ് എന്ന് പറയുന്നത് നെവർ എൻഡിങ് ആക്ടിവിറ്റി. എന്താണ്? ഒരു എൻഡ് ഇല്ലാത്ത ഒരു നെവർ എൻഡിങ് ആക്ടിവിറ്റി ആണ് നമുക്ക് പറയാൻ പറ്റും. ആൻഡ് സെവൻത് പോയിന്റ്, ഗ്രോത്ത് cannot occur without involvement and participation. ഇല്ലേ? നമുക്ക് വളർച്ച ഉണ്ടാവണമെങ്കിൽ നമ്മുടെ ഇൻവോൾവ്മെന്റും നമ്മുടെ പാർട്ടിസിപ്പേഷനും വേണ്ടേ? ഒരു ഇൻഡിവിജ്വലിന് ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ നമ്മൾ ആ ഇൻഡിവിജ്വൽ വിചാരിക്കണ്ടേ? അല്ലാതെ ഉണ്ടാവോ? ഇല്ല. മറ്റൊരാൾ നമ്മൾക്ക് വേണ്ടി എന്ത് ചെയ്താലും അത് നമ്മുടെ ഗ്രോത്ത് അല്ല. ശരിയല്ലേ? നമ്മുടെ ഗ്രോത്തുമായി ബന്ധപ്പെട്ട് അതിന് ബന്ധമില്ല. അതേസമയം ഒരു ഗ്രോത്ത് നടക്കണമെങ്കിൽ എപ്പോഴാണ്? വിത്ത് നമ്മുടെ ഇൻവോൾവ്മെന്റ്. ആ ഓരോ കാര്യങ്ങളിലും നമ്മൾ ഇൻവോൾവ് ചെയ്ത് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അല്ലെ നമ്മുടെ പങ്കാളിത്തം ഉണ്ടാവുമ്പോഴാണ് നമുക്കതില് വളർച്ച ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ. അപ്പൊ ആ ഒരു സെവൻത് പോയിന്റ് വരെയും വേഗം ഒന്ന് വായിച്ചു നോക്കി, എന്നിട്ട് ഒന്ന് റിപ്ലൈ ചെയ്യണേ. കംപ്ലീറ്റ് വായിച്ചു കഴിഞ്ഞ് കഴിയുമ്പോ ഒന്ന് റിപ്ലൈ ചെയ്യാട്ടോ.
വായിച്ചു കഴിഞ്ഞവരൊന്ന് റിപ്ലൈ ചെയ്യണേ. കഴിഞ്ഞു. ക്ലിയർ ആണോ? ഓക്കെ ആണല്ലേ? ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ശരി. നെക്സ്റ്റ് ടോപ്പിക് ആണ് പെർഫോമൻസ് മാനേജ്മെന്റ്. അപ്പൊ പെർഫോമൻസ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട കുറച്ച് ഡെഫിനിഷൻസും കാര്യങ്ങളും കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അതിനുശേഷം അതിന്റെ പ്രോസസ്സും നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാല് ഇസ് എ കോർപ്പറേറ്റ് മാനേജ്മെന്റ് ടൂൾ ദാറ്റ് ഹെൽപ് മാനേജേഴ്സ് ഒബ്സർവ് ആൻഡ് അനലൈസ് എംപ്ലോയീസ് വർക്ക്. എന്താണ് ഒരു പെർഫോമൻസ് മാനേജ്മെന്റ്? ആരുടെ പെർഫോമൻസ് വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ടാണ്? ആരുടെ പെർഫോമൻസ് വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ്? ആരുടെ പെർഫോമൻസ് വിലയിരുത്താനായിരിക്കും? മാനേജ്മെന്റ് ഡെവലപ്മെന്റ് നമ്മൾ പറഞ്ഞു മാനേജേഴ്സിനും എക്സിക്യൂട്ടീവ്സിനും ആണെന്ന് പറഞ്ഞു അല്ലെ. ഇവിടെ പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ആരുടെ പെർഫോമൻസ് വിലയിരുത്താനായിട്ടാണ് മാനേജ്മെന്റിന് അല്ലെങ്കിൽ മാനേജേഴ്സിന് ഹെൽപ്പ് ചെയ്യുന്നത്? ആരുടെ പെർഫോമൻസാ? അതെ, വെരി ഗുഡ്, എംപ്ലോയീസിന്റെ അല്ലെ. എംപ്ലോയീസിന്റെ വർക്ക് എങ്ങനെയുണ്ട്, അവരുടെ വർക്ക് നല്ല രീതിയിൽ അവർ ചെയ്യുന്നുണ്ടോ, അത്തരം കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യാനും അനലൈസ് ചെയ്യാനും അല്ലെ, അത് നിരീക്ഷിക്കാനും വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ടും മാനേജ്മെന്റിനെ സഹായിക്കുന്ന ഒരു മാനേജ്മെന്റ് ടൂളാണ് പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നമ്മളൊരു പ്രോസസ്സിലൂടെയാണ് കേട്ടോ അത് ചെയ്യുന്നത്. അപ്പൊ അതിന് ഓരോ പ്രോസസ്സുകളിലൂടെയാണ് നമ്മൾ ചെയ്യുന്നത്. അത് നമ്മൾ ഇനി വരുന്ന വഴിക്ക് പഠിക്കുന്നുണ്ട് കേട്ടോ. പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ് എന്ന രീതിയിൽ പഠിക്കുന്നുണ്ട്. Then performance management aim is to create an environment where people can perform to the best of their abilities to produce the highest quality work most efficiently and effectively. ഒരു പെർഫോമൻസ് മാനേജ്മെന്റ് പ്രക്രിയയുടെ എയിം അല്ലെങ്കിൽ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് is to create an environment. എങ്ങനെയുള്ള ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. എങ്ങനെയുള്ള ഒരു അന്തരീക്ഷം where people can perform to the best of their ability അല്ലെ. ആ ഇൻഡിവിജ്വൽസിന് അവരുടെ ബെസ്റ്റ്, അവരുടെ കഴിവുകൾക്ക് അനുസൃതമായി ഏറ്റവും മികച്ച രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് അല്ലെ. to produce the highest quality work. എന്താണ്? ഉയർന്ന ഗുണനിലവാരത്തിലുള്ള വർക്കുകള് വളരെ എഫിഷ്യന്റ് ആയിട്ടും എഫക്റ്റീവ് ആയിട്ടും വളരെ കാര്യക്ഷമതയോടുകൂടിയും എഫക്റ്റീവ് ആയിട്ട് അല്ലെ വളരെ ഫലപ്രാപ്തിയോടുകൂടിയും നല്ല ക്വാളിറ്റിയുള്ള വർക്ക് അവരുടെ കഴിവുകൾക്ക് അനുസൃതമായി മാക്സിമം നല്ല രീതിയിൽ തന്നെ മികച്ചതായിട്ട് പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു എൻവയോൺമെന്റ് അല്ലെങ്കിൽ ഒരു നല്ല അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്ത് നൽകുന്നതാണ് ഒരു പെർഫോമൻസ് മാനേജ്മെന്റ് പ്രക്രിയയുടെ പ്രധാന എയിം അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറയുന്നത്. രണ്ട് പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്. പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇസ് എ കോർപ്പറേറ്റ് മാനേജ്മെന്റ് ടൂൾ ദാറ്റ് ഹെൽപ് മാനേജേഴ്സ് ഒബ്സർവ് ആൻഡ് അനലൈസ് എംപ്ലോയീസ് വർക്ക്. എംപ്ലോയീസിന്റെ വർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ഒബ്സർവ് ചെയ്യാനും നിരീക്ഷിക്കാനും അത് അനലൈസ് ചെയ്യാനും അല്ലെങ്കിൽ വിശകലനം ചെയ്യാനും മാനേജേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ സഹായിക്കുന്ന ഒരു കോർപ്പറേറ്റ് മാനേജ്മെന്റ് ടൂളാണ് പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത് പെർഫോമൻസ് മാനേജ്മെന്റ് എയിം ഈസ് ടു ക്രിയേറ്റ് ആൻ എൻവയോൺമെന്റ് where people can perform to the best of their abilities to produce the highest quality work for most efficiently and effectively. എന്താ ഇവിടെ പെർഫോമൻസ് മാനേജ്മെന്റിന്റെ എയിം എന്ന് പറയുന്നത്, പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് to create an environment. എത്തരത്തിലുള്ള ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ആ എംപ്ലോയീസിന് അവരുടെ മാക്സിമം എബിലിറ്റി, അവരുടെ ബെസ്റ്റ് ഓഫ് ദിയർ എബിലിറ്റി, അവരുടെ ഏറ്റവും മാക്സിമം അവരുടെ കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ മികച്ചതായിട്ട് നല്ല കാര്യക്ഷമതയോടുകൂടിയും ഫലപ്രാപ്തിയോടുകൂടിയും നല്ല ക്വാളിറ്റിയിലും നല്ല രീതിയിൽ അത് വർക്ക് എന്താണ് ഹയസ്റ്റ് ക്വാളിറ്റിയിലും നല്ല രീതിയിൽ അവിടെ വർക്ക് പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നല്ലൊരു എൻവയോൺമെന്റ് അല്ലെങ്കിൽ അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്ത് നൽകുക എന്നതാണ് ഒരു പെർഫോമൻസ് മാനേജ്മെന്റിന്റെ പ്രധാന
ആണ് എയിം എന്ന് പറയുന്നത്. Then അടുത്ത പാരഗ്രാഫില് a formal performance management enables managers and employees to see eye to eye about expectations, goals and career progress, along with how an individual's work aligns with the company's overall vision. അപ്പോൾ ഒരു പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഇതൊരു ഫോർമൽ പ്രോഗ്രാം ആണ്, ഒരു ഔപചാരികമായിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ്. That enable managers and employees. ഇവിടെ മാനേജേഴ്സ് ആയിക്കോട്ടെ എംപ്ലോയീസ് ആയിക്കോട്ടെ to see eye to eye about expectation. രണ്ട് കൂട്ടരും നമുക്കറിയാം ഒരു നല്ല പെർഫോമൻസ് എംപ്ലോയീസിൽ നിന്ന് കിട്ടണമെങ്കിൽ അവരുമായിട്ട് നല്ല രീതിയിൽ ഒരു കമ്മ്യൂണിക്കേഷനും ഒരു റിലേഷൻഷിപ്പും ഉണ്ടായിരിക്കണം. ശരിയല്ലേ? എന്നാലല്ലേ അവിടുത്തെ എംപ്ലോയീസ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുള്ളൂ അല്ലെ? രണ്ടു കൂട്ടരും മാനേജ്മെന്റും എംപ്ലോയീസും തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് വേണ്ടേ? ഒരു കമ്മ്യൂണിക്കേഷൻ വേണ്ടേ? വേണോ? വേണം അല്ലെ? അപ്പൊ ഇവിടെ ഈ ഒരു പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോഗ്രാമിലൂടെ രണ്ട് കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ഐ ടു ഐ അബൌട്ട് എക്സ്പെക്ടേഷൻ, രണ്ട് കൂട്ടരും എന്താണോ ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് എക്സ്പെക്ട് ചെയ്യുന്നത്, അവരുടെ പ്രതീക്ഷകൾ എന്താണ്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ടും സംസാരിക്കുന്നുണ്ട്. അതുപോലെ എന്തൊക്കെ ഗോൾസ് ആണ് നേടിയെടുക്കേണ്ടത്, അവരുടെ കരിയറുമായി ബന്ധപ്പെട്ട പ്രോഗ്രസ് എങ്ങനെയാണ്, along with how an individual work align with the company's overall vision. അതുപോലെ തന്നെ ആ കമ്പനിയുടെ മൊത്തത്തിലുള്ള ഒരു ഓവറോൾ വിഷനുമായി ബന്ധപ്പെട്ട് അതിനോട് യോജിച്ചു പോകുന്ന രീതിയിൽ ഒരു ഇൻഡിവിജ്വല് വർക്ക് ചെയ്യുന്നുണ്ടോ, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ആ മാനേജേഴ്സും എംപ്ലോയീസും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഐ ടു ഐ എന്ത് ചെയ്യുന്നു, സംസാരിക്കുകയും കാണുകയും സംസാരിക്കുകയും കമ്മ്യൂണിക്കേഷൻ നടത്തുകയും ചെയ്യുന്നു. ജനറലി പെർഫോമൻസ് മാനേജ്മെന്റ് വ്യൂസ് ഇൻഡിവിജ്വൽസ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദ ബ്രോഡർ വർക്ക് പ്ലേസ് സിസ്റ്റം. എന്താണ് ഇവിടെ ഒരു പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്? ഇവിടെ ഒരു ഇൻഡിവിജ്വലിനെ ഏത് രീതിയിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു വർക്ക് സ്പേസ് സിസ്റ്റത്തില് ഒരു ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് എപ്പോഴും ആ ഒരു ഓർഗനൈസേഷൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തിയാണ്. അപ്പൊ ആ ഒരു ഇൻഡിവിജ്വലുമായിട്ട് നല്ല രീതിയിൽ ഒരു കമ്മ്യൂണിക്കേഷനും റിലേഷൻഷിപ്പും ഉണ്ടാക്കുകയും ഇവിടെ രണ്ട് കൂട്ടരെയും കൂടി ഒരുമിച്ചിരുന്നാണ് ഗോൾസ് സെറ്റ് ചെയ്യുന്നതും എക്സ്പെക്ടേഷൻസ് രണ്ട് കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു, ഗോളുകൾ സെറ്റ് ചെയ്യുന്നു, ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുന്നു, അത് അച്ചീവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട മെത്തേഡുകൾ എന്ത് ചെയ്യുന്നു, സെറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവർക്ക് കൃത്യമായിട്ടുള്ള കോച്ചിങ്ങുകള് മാനേജ്മെന്റ് കൊടുക്കുന്നു, അതിനനുസരിച്ച് ഇവർ പെർഫോം ചെയ്യുന്നു, പെർഫോമൻസുമായി ബന്ധപ്പെട്ട അവരുടെ ഫീഡ്ബാക്കുകൾ പ്രോപ്പർ ആയിട്ട് അവർ കൊടുക്കുന്നു. അങ്ങനെയാണ് ഈ ഒരു പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോഗ്രാം മുന്നോട്ട് പോകുന്നത് കേട്ടോ. അവിടെ വരെ വേഗം ഒന്ന് വായിച്ചു നോക്കിയാൽ രണ്ട് പാരഗ്രാഫ്. അതിനുശേഷം നമ്മൾ കോൺസെപ്റ്റും ഒബ്ജക്റ്റീവ്സും കൂടി പറയുന്നുണ്ട്. വെച്ച് കഴിയുമ്പോൾ റിപ്ലൈ ചെയ്യണേ. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? കംപ്ലീറ്റ് ആയോ എല്ലാവരുടെ? വായിച്ചു കഴിഞ്ഞോ? ഓക്കെ ശരി. അടുത്തത് നമ്മള് കോൺസെപ്റ്റ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് പെർഫോമൻസ് മാനേജ്മെന്റ്. പെർഫോമൻസ് മാനേജ്മെന്റിന്റെ കോൺസെപ്റ്റും ഒബ്ജക്റ്റീവ്സും ആണ് കേട്ടോ പറയുന്നത്. ഫസ്റ്റ് വൺ കോൺസെപ്റ്റ് ആണ്. കോൺസെപ്റ്റില് ആസ് എ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഇറ്റ് ഈസ് ഡിസൈൻ ടു അസിസ്റ്റ് എംപ്ലോയീസ് ഇൻ സക്സീഡിങ്. അപ്പൊ ഇതൊരു കമ്മ്യൂണിക്കേഷൻ സംവിധാനമാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് അല്ലെ. ഒരു പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ് എന്ന് പറഞ്ഞാൽ മാനേജേഴ്സും എംപ്ലോയീസും തമ്മിൽ ഒരു ആശയവിനിമയം നടത്തുന്ന ഒരു സംവിധാനമാണ്.
ഇതിലൂടെ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ സംവിധാനത്തിലൂടെ അല്ലെങ്കിൽ ഈ ഒരു പെർഫോമൻസ് മാനേജ്മെന്റ് പ്രക്രിയയിലൂടെ ഇറ്റ് ഈസ് ഡിസൈൻഡ് ടു അസിസ്റ്റ് എംപ്ലോയീസ് ഇൻ സക്സീഡിങ്. എന്താ, എംപ്ലോയീസിന്റെ ആ ഒരു വിജയിപ്പിക്കുന്നതിന് വേണ്ടി അവർ എന്ത് കാര്യമാണോ ചെയ്യുന്നത് അതിലൊരു സക്സസ് അല്ലെങ്കിൽ ഒരു വിജയം അല്ലെങ്കിൽ ഒരു പുരോഗതി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. And it not just require direction from the end of managers and supervisors, but also requires active involvement of the employees. നമുക്കറിയാം, ഇപ്പൊ നമ്മളൊരു ജോലി ചെയ്യുന്ന സ്ഥാപനത്തില് അവിടെ മാനേജേഴ്സിൽ നിന്നുള്ള ഡയറക്ഷൻസ് അല്ലേ, സൂപ്പർവൈസേഴ്സിന്റെ നിന്നും മാനേജേഴ്സിൽ നിന്നും കിട്ടുന്ന ഡയറക്ഷൻസ് കൊണ്ട് മാത്രം അവിടെ എംപ്ലോയീസിന്റെ ഒരു വിജയത്തിൽ എത്താൻ പറ്റുമോ? ഇപ്പൊ നമ്മളൊരു വർക്ക് ചെയ്യുന്നു, നമുക്ക് നമ്മുടെ മാനേജേഴ്സും സൂപ്പർവൈസേഴ്സും നല്ല രീതിയിൽ നമുക്ക് ഡയറക്ഷൻസും നിർദ്ദേശങ്ങളും കാര്യങ്ങളും ഒക്കെ തരുന്നുണ്ട്. അതുകൊണ്ട് മാത്രം നമുക്ക് സക്സസിലേക്ക് എത്താൻ പറ്റുമോ? ആ വിചാരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ആ ഗോൾസ് അച്ചീവ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ആരുടെ നല്ല ആക്റ്റീവായിട്ടുള്ള ഇൻവോൾവ്മെന്റ് കൂടി വേണം? എന്റെ അല്ലെ, നമ്മുടെ ഓരോരുത്തരുടെയും ആക്റ്റീവായിട്ടുള്ള ഇൻവോൾവ്മെന്റ് അല്ലെങ്കിൽ പങ്കാളിത്തം കൂടി ഉണ്ടാവുമ്പോഴാണ്, ശരിയല്ലേ? എംപ്ലോയീസിന്റെയും കൂടി ഭാഗത്തു നിന്ന് നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ഇൻവോൾവ്മെന്റ് കൂടി ഉണ്ടാവുമ്പോ അതിൽ നിന്ന് അത് വേണം, അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അതിന്റെ കൂടെ മാനേജേഴ്സിൽ നിന്നും സൂപ്പർവൈസറിൽ നിന്നും കൃത്യമായ ഡയറക്ഷൻസ് കിട്ടുമ്പോൾ അതിനനുസരിച്ച് നല്ല ആക്റ്റീവായിട്ട് ഇൻവോൾവ്മെന്റോട് കൂടി പെർഫോം ചെയ്യുമ്പോഴാണ് ആ ഒരു സക്സസ് എന്ന് പറയുന്നതിലേക്ക് അവർക്ക് എത്താൻ പറ്റും. ശരിയല്ലേ? ആണോ? As a communication system, it is designed to assist employees in succeeding. But employees in our വിജയത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആ ഒരു സക്സസ് അല്ലെങ്കിൽ ആ ഒരു പുരോഗതിയിലേക്ക് അവരെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഡയറക്ഷൻ, അവിടെ മാനേജേഴ്സിൽ നിന്നോ സൂപ്പർവൈസേഴ്സിൽ നിന്നോ ഡയറക്ഷൻസ് കിട്ടിയതുകൊണ്ട് മാത്രം കാര്യമില്ല അല്ലെ. അവിടെ എംപ്ലോയീസിന്റെ ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഇൻവോൾവ്മെന്റ് അല്ലെങ്കിൽ പങ്കാളിത്തം കൂടി ഉണ്ടാവുമ്പോഴാണ് ആ ഒരു വിജയത്തിലേക്ക് എംപ്ലോയീസിനെ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. ആൻഡ് ഇറ്റ് മേക്ക് ഷുവർ ദാറ്റ് employees are informed about their key job function. അത്തരത്തിലെ എംപ്ലോയീസ് നല്ല ആക്റ്റീവ് ആയിട്ട് പെർഫോം ചെയ്യണമെങ്കിൽ അവിടെ എന്തുറപ്പ് വരുത്തണം? എംപ്ലോയീസിന് വളരെ കൃത്യമായിട്ട് അവർ ചെയ്യേണ്ട ജോലിയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും വ്യക്തമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുത്തിരിക്കണം. വേണ്ടേ? അവരെന്തൊക്കെ ജോലി ചെയ്യണം, എങ്ങനെയാണ് ചെയ്യേണ്ടത്, അത് ഏത് രീതിയിൽ ചെയ്താൽ നമുക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റും, അത് വ്യക്തമായിട്ട് ആ കീ ജോബ് ഫങ്ഷൻസ് പറഞ്ഞു കൊടുത്തിരിക്കണ്ടേ? കൊടുക്കണം അല്ലെ. അവെയർ ഓഫ് ദ പെർഫോമൻസ് ലെവൽ എക്സ്പെക്റ്റഡ്. അതുപോലെ തന്നെ മാനേജേഴ്സ് എന്ത് അല്ലെങ്കിൽ സൂപ്പർവൈസേഴ്സ് എന്ത് ചെയ്യണം? നിങ്ങളിൽ നിന്ന് ഞങ്ങൾ ഇന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ലെവലാണ് പ്രതീക്ഷിക്കുന്നത് എന്നും പറഞ്ഞു കൊടുക്കണ്ടേ? കൊടുക്കണോ? എന്നാലല്ലേ അതിനനുസരിച്ച് എത്താനായിട്ട് അവർ ട്രൈ ചെയ്യുള്ളൂ അല്ലെ. അതുപോലെ കണ്ടിന്യൂസ് ഫീഡ്ബാക്ക് ഇൻ ദിയർ പെർഫോമൻസ്. അവരുടെ പെർഫോമൻസിനനുസൃതമായി കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫീഡ്ബാക്കുകൾ അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ഹാവ് ഓപ്പർച്യൂണിറ്റി ഫോർ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്. പരിശീലനങ്ങളും ഡെവലപ്മെന്റ് പ്രോഗ്രാമുകൾക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് നൽകുക. ഗെറ്റ് റേറ്റിംഗ് ഓൺ ദിയർ പെർഫോമൻസ്. അവരുടെ പെർഫോമൻസ് എത്രത്തോളം ഉണ്ടെന്ന് വിലയിരുത്തി റേറ്റ് ചെയ്യുകയും അതിനനുസരിച്ച് നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ റിവാർഡുകൾ കൊടുക്കുക അല്ലെ. ഇൻ ജസ്റ്റ് ആൻഡ് ഫെയർ മാനർ, നല്ല ന്യായമായ അതുപോലെ തന്നെ വളരെ ന്യായമായിട്ടുള്ള നീതിയുക്തമായ രീതിയിൽ തന്നെ അവരുടെ പെർഫോമൻസിനനുസരിച്ച് റേറ്റ് എടുക്കുകയും അതിനനുസരിച്ച് റേറ്റിംഗ് നടത്തുകയും റിവാർഡുകൾ നൽകുകയും ചെയ്യുക. എന്താണ്? ഇറ്റ് മേക്ക് ഷുവർ ദാറ്റ് എംപ്ലോയീസ് ആർ ഇൻഫോംഡ് അബൌട്ട് ദെയർ കീ ജോബ് ഫങ്ഷൻ. എപ്പോഴും നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കണമെങ്കിൽ അതിനു മുൻപായിട്ട് എംപ്ലോയീസിനോട് അവരുടെ കീ ജോബ് ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ അവരിൽ നിന്ന് ഏത് ലെവൽ ഓഫ് പെർഫോമൻസ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്ന് കൂടി അവർക്കൊരു അവബോധം ഉണ്ടാക്കി നൽകുക. അതുപോലെ അവരുടെ പെർഫോമൻസിനനുസരിച്ച് കണ്ടിന്യൂസ് ഫീഡ്ബാക്കുകൾ നൽകുക. അവർക്ക് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റിനുള്ള ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ അവസരങ്ങൾ നൽകുക. അതുപോലെ അവരുടെ പെർഫോമൻസിനനുസൃതമായ റേറ്റിംഗ് നടത്തുകയും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നവർക്ക് റിവാർഡുകൾ കൊടുക്കുകയും അതൊരു ന്യായമായ വളരെ നീതിയുക്തമായ രീതിയിൽ തന്നെയായിരിക്കണം ആ റിവാർഡുകൾ കൊടുക്കേണ്ടതും. ക്ലിയർ ആണോ? കോൺസെപ്റ്റ് എന്താന്നുള്ളത് മനസ്സിലായോ?
വേഗം ഒന്ന് വായിച്ചു നോക്കി കോൺസെപ്റ്റ്, അതിനുശേഷം ഒബ്ജക്റ്റീവ്സ് പറയാം കേട്ടോ. വായിച്ചു കഴിഞ്ഞോ? കംപ്ലീറ്റ് ആണോ? ഓക്കെ അല്ലേ? ഓക്കെ, ശരി. നെക്സ്റ്റ് വൺ ആണ് ഒബ്ജക്റ്റീവ്സ് കേട്ടോ. The main objective of performance management is to ensure that the organization as a system and its subsystems work together in an integrated fashion for attaining optimum result or outcome. ഇവിടെ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ്, ആ ഒരു പെർഫോമൻസ് മാനേജ്മെന്റിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രധാന ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് is to ensure, എന്തുറപ്പുവരുത്തുക, ഓർഗനൈസേഷൻ ആസ് എ സിസ്റ്റം, ഒരു ഓർഗനൈസേഷൻ എന്ന സംവിധാനവും അതിലെ സബ് സിസ്റ്റംസ് അല്ലെ, സഹസംവിധാനങ്ങളും എല്ലാം ഒരു ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഫാഷൻ അല്ലെങ്കിൽ ഒരു സംയോജിതമായ രീതിയിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടി? ഫോർ അറ്റൈനിങ് ഒപ്റ്റിമം റിസൾട്ട് ഓർ ഔട്ട്കം, ശരിയായ മാക്സിമം റിസൾട്ട് അല്ലെങ്കിൽ ഫലം കിട്ടുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നേടിയെടുക്കുന്നതിന് വേണ്ടി ആ ഒരു ഓർഗനൈസേഷനും അതിന് കീഴിലുള്ള സബ് സിസ്റ്റംസും മുഴുവനും ഒരു സംയോജിച്ച രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയാണ് ഒരു പെർഫോമൻസ് മാനേജ്മെന്റിന്റെ പ്രധാന ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് പെർഫോമൻസ് മാനേജ്മെന്റ് is to ensure that the organization as a system, ഓർഗനൈസേഷൻ എന്ന് പറയുന്ന സംവിധാനവും അതിലെ സഹസംവിധാനങ്ങളും എല്ലാ സംവിധാനങ്ങളും എല്ലാം എന്ത് ചെയ്യുന്നു? ഒരു നല്ല ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള നല്ല സംയോജിച്ച രീതിയിൽ പ്രവർത്തിക്കുകയും അതിലൂടെ അവർക്കൊരു നല്ല മാക്സിമം റിസൾട്ട് അല്ലെങ്കിൽ ഔട്ട്കം അല്ലെ, മാക്സിമം റിസൾട്ട് അല്ലെങ്കിൽ നല്ലൊരു ഫലം നേടിയെടുക്കുകയും ചെയ്യുക. അതിനു വേണ്ടി ഇവരൊരു നല്ല ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയാണ് പെർഫോമൻസ് മാനേജ്മെന്റിന്റെ പ്രധാന ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നോക്കിയേ, ദ മേജർ ഒബ്ജക്റ്റീവ്സ് ഓഫ് പെർഫോമൻസ് മാനേജ്മെന്റ്. ഒരു പെർഫോമൻസ് മാനേജ്മെന്റിന്റെ മറ്റ് പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവുകളാണ് താഴെ പറഞ്ഞിട്ടുള്ളവ. ഫസ്റ്റ് വൺ ആണ് to enable the employees towards achievement of superior standards of work performance. എന്താണ്? to enable the employees അല്ലെ, ജോലിയുമായി ബന്ധപ്പെട്ട ആ ഒരു വർക്ക് പെർഫോമൻസ് അല്ലെങ്കിൽ ആ ഒരു എംപ്ലോയീസിന്റെ വർക്കുമായി ബന്ധപ്പെട്ട പെർഫോമൻസ്, അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട പ്രകടനത്തിന്റെ ആ ഒരു ഉയർന്ന നിലവാരം കൈവരിക്കുന്നതിന് വേണ്ടി, സുപ്പീരിയർ സ്റ്റാൻഡേർഡ്, ഒരു ഉയർന്ന നിലവാരം കൈവരിക്കുന്നതിന് വേണ്ടി ജീവനക്കാരെ എന്ത് ചെയ്യുക? പ്രാപ്തരാക്കുക. അപ്പൊ ഫസ്റ്റ് പോയിന്റ് എന്താ? ടു എനേബിൾ ദ എംപ്ലോയീസ് ടുവേർഡ്സ് അച്ചീവ്മെന്റ് ഓഫ് superior standards of work performance. ഇപ്പൊ നമുക്കറിയാം, ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു, പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ അവരുമായിട്ട് നമ്മൾ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ട്, അവർ കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്, അവർക്ക് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാമുകൾ കൊടുക്കുന്നുണ്ട്, അവരുടെ പെർഫോമൻസിനനുസരിച്ച് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫീഡ്ബാക്കുകൾ കൊടുക്കുന്നുണ്ട്, റിവാർഡുകൾ കൊടുക്കുന്നുണ്ട് അല്ലെ. ഇങ്ങനെയുള്ള അവരിൽ നിന്നുള്ള പ്രതീക്ഷ, എക്സ്പെക്ടേഷൻ എന്താണെന്ന് നമ്മൾ അവരോട് പറയുന്നുണ്ട്, അതിലൊരു ബോധം അവർക്ക് വരുത്തുന്നുണ്ട്, ജോലിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സോ അതിലൂടെ എല്ലാം നമ്മൾ എന്താണ് ഉറപ്പ് വരുത്തുന്നത് അല്ലെങ്കിൽ എന്തിനാണ് ആ എംപ്ലോയിയെ പ്രാപ്തരാക്കുന്നത്? enable the employees
towards achievement of superior standards of work performance. അവരുടെ ജോലിയുടെ പെർഫോമൻസ് അല്ലെങ്കിൽ പ്രകടനവുമായി ബന്ധപ്പെട്ട ഒരു superior standard അല്ലെങ്കിൽ ഉയർന്ന നിലവാരം കൈവരിക്കുന്നതിന് വേണ്ടി ജീവനക്കാരെ പ്രാപ്തരാക്കുകയാണ് ഒന്നാമത്തെ മെയിൻ ഒബ്ജക്റ്റീവ് ആയിട്ട് പറയുന്നത്. ക്ലിയർ ആയോ? ഫസ്റ്റ് പോയിന്റ് അത് മനസ്സിലായോ? ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആണോ? നല്ല സ്റ്റാൻഡേർഡ് കൂടിയ അല്ലെങ്കിൽ നല്ല ഉയർന്ന സ്റ്റാൻഡേർഡ് കൂടിയ ഒരു വർക്ക് പെർഫോമൻസ് കാഴ്ചവെക്കുന്നതിന് വേണ്ടി ആ ഒരു എംപ്ലോയീസിനെ പ്രാപ്തരാക്കുക. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ പോയിന്റ്, to help the employees in recognizing the knowledge and skills necessary for performing the job efficiently, as this would guide their focus towards performing the right task in the right way. ഇത് രണ്ടാമത്തെ എന്താ പോയിന്റ് പറയുന്നേ? ടു ഹെൽപ് ദ എംപ്ലോയീസ്, എംപ്ലോയീസിനെ എന്തിനു സഹായിക്കുന്നു? ഇൻ റെക്കഗ്നൈസിംഗ് ദ നോളജ് ആൻഡ് സ്കിൽ നെസസറി ഫോർ പെർഫോമിംഗ് ദ ജോബ് എഫിഷ്യൻലി. അല്ലെ, ആ ഒരു ജോലി വളരെ കാര്യക്ഷമമായിട്ട് ചെയ്യുന്നതിന് ആവശ്യമായ നോളജ് എന്തൊക്കെ വേണം, എന്തൊക്കെ സ്കിൽസ് വേണം എന്ന് ആ എംപ്ലോയീസിന് റെക്കഗ്നൈസ് ചെയ്യാൻ അല്ലെങ്കിൽ തിരിച്ചറിയാനായിട്ട് അല്ലെങ്കിൽ തിരിച്ചറിവുണ്ടാക്കാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദിസ് വുഡ് ഗൈഡ് ദിയർ ഫോക്കസ് ടുവേർഡ്സ് പെർഫോമിംഗ്. ഇപ്പൊ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫീഡ്ബാക്കും കാര്യങ്ങളും ഒക്കെ കൊടുക്കുമ്പോൾ അവർക്ക് ആ ജോലിയുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളെ കുറിച്ചും അവർ പഠിക്കുകയാണ് അല്ലെ. അപ്പൊ അതിലൂടെ ഫോക്കസ് ടുവേർഡ്സ് പെർഫോമിംഗ് ദ റൈറ്റ് ടാസ്ക് ഇൻ ദ റൈറ്റ് വേ, ഓരോ ശരിയായ ജോലികള് ശരിയായ രീതിയിൽ ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നു? ആ എംപ്ലോയീസിനെ ഇതിൽ പ്രാപ്തരാക്കുകയും ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ പോയിന്റ്, enhancing the performance of the employees by encouraging employee empowerment, motivation and implementation of the effective reward mechanism. ഇനി അടുത്തത് എന്താ? എംപ്ലോയീസിന്റെ പെർഫോമൻസ് എൻഹാൻസ് ചെയ്യാൻ അല്ലെങ്കിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി എംപ്ലോയീസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? എൻകറേജ് ചെയ്യുന്നു, പ്രോത്സാഹിപ്പിക്കുന്നു, നല്ല രീതിയിലുള്ള മോട്ടിവേഷൻസ് നൽകിയും അതുപോലെ തന്നെ എഫക്റ്റീവ് ആയിട്ടുള്ള റിവാർഡ് മെക്കാനിസംസ് നൽകി, റിവാർഡ് സംവിധാനങ്ങൾ കൊണ്ടുവന്നും അല്ലാത്ത രീതിയിലുള്ള മോട്ടിവേഷൻസ് അല്ലെങ്കിൽ പ്രചോദനങ്ങൾ നൽകിയും എംപ്ലോയീസിനെ എൻകറേജ് ചെയ്യുന്നു അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവരുടെ പെർഫോമൻസ് ലെവല് വർദ്ധിപ്പിക്കുന്നു. Then അടുത്തത്, promoting a two-way system of communication between the supervisors and the employees for clarifying expectation about the roles and accountabilities, discussing the functional organizational goals, offering regular and transparent feedback for improving employee performance, and continuous coaching. എന്താണ് അടുത്ത പോയിന്റിൽ പറഞ്ഞത്? ഒരു ടൂ വേ സിസ്റ്റം ഓഫ് കമ്മ്യൂണിക്കേഷൻ. രണ്ട് കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ ആശയവിനിമയം നടത്തുന്നുണ്ട് അല്ലെ. അല്ലാതെ സൂപ്പർവൈസേഴ്സ് പറയുന്നത് മാത്രം ഒബേ ചെയ്യാന്നുള്ളതല്ലല്ലോ. അപ്പൊ അവിടെ സൂപ്പർവൈസേഴ്സ് അല്ലെങ്കിൽ മാനേജേഴ്സ് ഒക്കെ എന്ത് ചെയ്യുന്നു? എംപ്ലോയീസിന് അവരുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ചുള്ള കാര്യങ്ങൾ, അപ്പൊ അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് അവർ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളുമായി ബന്ധപ്പെട്ട് അവർ ചെയ്യേണ്ട ജോലി അല്ലെങ്കിൽ ചുമതലയുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണോ എക്സ്പെക്ട് ചെയ്യുന്നത്, പ്രതീക്ഷിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട ക്ലാരിഫിക്കേഷൻസ് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ആശയവിനിമയത്തിലൂടെ അത് ക്ലാരിഫൈ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഓർഗനൈസേഷനിൽ നേടിയെടുക്കേണ്ട ഗോൾസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ചർച്ചകൾ നടത്തുന്നുണ്ട്. ഓഫറിംഗ് റെഗുലർ ആൻഡ് ട്രാൻസ്പാരന്റ് ഫീഡ്ബാക്ക്, ആവശ്യം അവരുടെ പെർഫോമൻസിനനുസരിച്ച് തുടർച്ചയായിട്ടുള്ള ഫീഡ്ബാക്കുകൾ ഇവർക്ക് നൽകുന്നുണ്ട്. അതിലൂടെ എംപ്ലോയീസിന്റെ പെർഫോമൻസ് നമുക്ക് ഇംപ്രൂവ് ചെയ്യാനും കണ്ടിന്യൂസ് ആയിട്ടുള്ള കോച്ചിങ്ങും ഇവർക്ക് ആ എംപ്ലോയീസിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Then അടുത്ത പോയിന്റ്, ഐഡന്റിഫൈ ദ ബാരിയേഴ്സ് ടു എഫക്റ്റീവ് പെർഫോമൻസ് ആൻഡ് ഓവർകമ്മിങ് ദോസ് ബാരിയേഴ്സ് through constant monitoring, coaching and development intervention. അതുപോലെ തന്നെ ഈ ഒരു നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്, എംപ്ലോയീസിന് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്, അവരുടെ ആ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള പെർഫോമൻസിനെ തടസ്സപ്പെടുത്തുന്ന ബാരിയേഴ്സ്, തടസ്സങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്താൻ സഹായിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള തടസ്സങ്ങളെ ഓവർകം ചെയ്യാൻ അല്ലെങ്കിൽ മാറ്റാനും ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള മോണിറ്ററിംഗ്, കൃത്യമായ നിരീക്ഷണങ്ങളും കോച്ചിങ്ങും ഡെവലപ്മെന്റ് പോലെയുള്ള പ്രോഗ്രാമുകളൊക്കെ ഇടപെടുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള തടസ്സങ്ങൾ മാറ്റാനും അത്തരത്തിലുള്ള തടസ്സങ്ങളെ മാറ്റി നല്ല എഫക്റ്റീവ് പെർഫോമൻസ് കൊണ്ടുവരാനും ശ്രമിക്കുന്നുണ്ട്. Then നെക്സ്റ്റ് പറയുന്നത്, ക്രിയേറ്റിംഗ് എ ബേസിസ് ഫോർ വേരിയസ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷൻസ്, സ്ട്രാറ്റജിക് പ്ലാനിംഗ്,
succession planning and promotions and performance based payment. എന്താ അതുപോലെ തന്നെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷൻസ് എടുക്കാനായിട്ട്, അതായത് വളരെ തന്ത്രപരമായിട്ടുള്ള ആസൂത്രണങ്ങൾ എടുക്കാനും അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുക. സക്സഷൻ പ്ലാനിങ് അവരുടെ ആ ഒരു പുരോഗതിയുമായി ബന്ധപ്പെട്ട് അവരുടെ വിജയവുമായി ബന്ധപ്പെട്ട് സക്സസിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ആസൂത്രണങ്ങൾ ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട് അവരുടെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ആളുകൾക്ക് പ്രൊമോഷൻസ് നൽകുക, അവരുടെ പെർഫോമൻസിനെ അടിസ്ഥാനമാക്കിയുള്ള പേയ്മെന്റുകൾ നൽകുക. അത്തരത്തിലുള്ള ഒരു അടിസ്ഥാനം ഇതുവഴി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. Last one, promoting personal growth and advancement in the career of the employees by helping them in obtaining the desired knowledge and skills. അതുപോലെ തന്നെ പേഴ്സണൽ ഗ്രോത്ത്, ഓരോ വ്യക്തിയുടെ വ്യക്തിപരമായിട്ടുള്ള വളർച്ച കൂടി നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ എംപ്ലോയീസിന്റെ കരിയറിൽ ഒരു ഉയർച്ച, അതുപോലെ ബൈ ഹെൽപ്പിംഗ് ദം ഇൻ ഒബ്റ്റൈനിങ് ഡിസേർഡ് നോളജ് ആൻഡ് സ്കിൽ, അതിലൂടെ അവർ ആഗ്രഹിച്ച രീതിയിലുള്ള അറിവുകളും കഴിവുകളും അവർക്ക് നേടിയെടുക്കാനും സാധിക്കുന്നുണ്ട്. മറ്റ് ഒബ്ജക്റ്റീവ്സ് ആണ് കേട്ടോ പറഞ്ഞത്. അപ്പൊ അതിൽ ഫസ്റ്റ് പോയിന്റ് എന്താണ് നമ്മൾ പറഞ്ഞത്? എംപ്ലോയീസിനെ അവരുടെ ആ ഒരു വർക്ക് പെർഫോമൻസ് നല്ല ഉയർന്ന നിലവാരം കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് ജീവനക്കാരെ പ്രാപ്തരാക്കുന്നു. രണ്ടാമത്തത് എംപ്ലോയീസിനെ അവരുടെ നോളജും സ്കില്ലും, അതായത് ആ ജോലി പെർഫോം ചെയ്യുന്ന ആ ഒരു ജോബുമായി ബന്ധപ്പെട്ട നോളജ് എന്തൊക്കെ വേണം, എന്തൊക്കെ സ്കിൽ ആവശ്യമാണ് എന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്നുണ്ട്. അതിലൂടെ അവർക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് അവർക്ക് ഓരോ ടാസ്കുകളും ശരിയായ രീതിയിൽ തന്നെ ചെയ്യാനായിട്ട്, പെർഫോം ചെയ്യാനായിട്ട് അവരെ പ്രാപ്തരാക്കുകയും ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ പോയിന്റ് പറഞ്ഞത് എംപ്ലോയീസിന്റെ പെർഫോമൻസ് മികച്ചതാക്കണമെങ്കിൽ അതിന് അവർക്ക് നല്ല രീതിയിലുള്ള എൻകറേജ്മെന്റ്, അതിൽ പ്രോത്സാഹനങ്ങൾ നൽകുന്നു. അത് മോട്ടിവേഷൻസ്, പല രീതിയിലുള്ള മോട്ടിവേഷൻസ് അല്ലെങ്കിൽ പ്രചോദനങ്ങളിലൂടെ, അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള റിവാർഡ് സംവിധാനങ്ങളും നമ്മൾ അവിടെ എഫക്റ്റീവായിട്ട് നടപ്പിലാക്കിക്കൊണ്ട് അതിലൂടെ എംപ്ലോയീസിനെ പ്രോത്സാഹനങ്ങൾ നൽകുകയും അതിലൂടെ നല്ല രീതിയിലുള്ള അവരുടെ പെർഫോമൻസ് മികച്ചതാക്കി കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അതുപോലെ തന്നെ അടുത്തത് പറയുന്നത് ഒരു 2 വേ കമ്മ്യൂണിക്കേഷൻ സംവിധാനം കൊണ്ടുവന്നതിലൂടെ സൂപ്പർവൈസേഴ്സിനും എംപ്ലോയീസിനും അവരുടെ എക്സ്പെക്ടേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് ക്ലാരിഫൈ ചെയ്യാൻ പറ്റും. അവരുടെ ആ ഒരു നേടിയെടുക്കേണ്ട ഗോൾസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പറ്റും. റെഗുലർ ആയിട്ടുള്ള ഫീഡ്ബാക്കുകൾ കിട്ടാനും കൃത്യമായിട്ടുള്ള കോച്ചിങ്ങുകൾ കൊടുക്കാനും അതിലൂടെ അവരുടെ പെർഫോമൻസ് മെച്ചപ്പെടുത്തി കൊണ്ടുവരാനും സാധിക്കുന്നുണ്ട്. അതുപോലെ ഇവർക്ക് നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുന്നതിലെ ബാരിയേഴ്സ് അല്ലെങ്കിൽ തടസ്സങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനും അതിനെ ഓവർകം ചെയ്ത് അതിൽ പരിഹരിക്കുന്നതിന് വേണ്ടി ആവശ്യമായ മോണിറ്ററിങ്ങും കോച്ചിങ്ങും ഡെവലപ്മെന്റ് ഇന്റർവെൻഷൻസും കൊണ്ടുവരാനും സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള തീരുമാനങ്ങൾ, വളരെ തന്ത്രപരമായ ആസൂത്രണങ്ങൾ നടത്തുക, സക്ഷണം പ്ലാനിംഗ് നടത്തുക, പ്രൊമോഷൻസ്, അതുപോലെ അവരുടെ പെർഫോമൻസിനെ ബേസ് ചെയ്തുള്ള പേയ്മെന്റ് മുതലായ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ടുള്ള ഒരു അടിസ്ഥാനം ഇതുവഴി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള പേഴ്സണൽ ഗ്രോത്ത് ആയിക്കോട്ടെ, കരിയറുമായി ബന്ധപ്പെട്ട അഡ്വാൻസ്മെന്റ് ആയിക്കോട്ടെ, അതെല്ലാം എംപ്ലോയീസിന് നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ, പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. അതിലൂടെ അവർക്ക് ആവശ്യമായിട്ടുള്ള അവരുടെ നോളജും സ്കില്ലുകളും നല്ല രീതിയിൽ തന്നെ ഇത്തരം ഒരു പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോഗ്രാമിലൂടെ അവർക്ക് നേടിയെടുക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. അവിടെ വരെ വേഗം ഒന്ന് വായിച്ചു നോക്കി. മിസ് ഇന്ന് ഇവിടെ വരെ എടുക്കുന്നുള്ളൂ കേട്ടോ. പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ്സ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാമേ. അപ്പൊ വായിച്ചു കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇവിടെ വരെയും നെക്സ്റ്റ് ക്ലാസ്സിൽ വായിച്ചിട്ട് വരാം. ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ചോദിക്കാം കേട്ടോ.
അപ്പോൾ നെക്സ്റ്റ് പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ് എന്ന ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ എഴുതാം. ഓക്കെ, ഇവിടെ വരെ ഒന്ന് വായിച്ചിട്ട് വരണം കേട്ടോ. ഓക്കെ, താങ്ക് യു.